അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്നത്തെ ദിവസത്തെ അതിൻ്റെ എല്ലാ സന്തോഷത്തോടും ആശങ്കയോടും കൂടി കർത്താവിന്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഏൽപ്പിക്കുക. നല്ല നല്ല ദിവസങ്ങളാണ് വരണത്. അത് സന്തോഷമാണ്, അത് സംബന്ധിച്ച ആശങ്കയാണ്. ചിലർ ആശങ്കപ്പെടുന്നത് ഇനി അതിൻ്റെ പേരിൽ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കുക, വീട്ടിൽ ബന്ധുക്കൾ വന്ന് പിരിഞ്ഞു പോകുമ്പോൾ വഴക്കാട്ട് തീരുക. ചിലർ ആശങ്കപ്പെടുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന മാതാവിനെ ഏൽപ്പിക്കുന്നത്. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, വീട്ടിലുള്ള രോഗികളായിട്ടുള്ളവരുണ്ട്. ഈ അടുത്ത കാലത്ത് മരണം വീടുകളുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ വീടുകളെയും ഞങ്ങളിപ്പോൾ ഓർക്കണം ഈശോയെ. ഇങ്ങനെയുള്ള വ്യത്യസ്ത വികാരങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധി സന്തോഷത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഉപദേശിക്കുകയാണ്. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഞാൻ ഈ പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലിരിക്കുന്നവർ ശിരസ് നമിച്ച് കൈകൾ കുപ്പി അങ്ങയുടെ തിരുസന്നിധി അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി, ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി നിൽക്കുന്നവർ, രോഗികൾ കർത്താവെ പ്രത്യേകിച്ച് ഇപ്പോഴും തിരുമുറിവാർന്ന് വരുതുകരം അവർ ശിരസ് വെക്കണമേ. രോഗം വന്നാൽ കർത്താവ് നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ അടുപ്പമുള്ളവർ ചിലപ്പോൾ അകന്നു പോകും. ഒരടുപ്പവും ഇല്ലാത്തവർ അതിൻ്റെ പേര് നമ്മുടെ അടുത്ത് വരികയും നമുക്ക് അവസാനം ബാധ്യതയായി മാറുകയും ചെയ്യും. ചിലപ്പോൾ രോഗം വരുമ്പോൾ പണം നഷ്ടപ്പെടും. നമ്മൾ സഹായിച്ചു വരും, നമ്മൾ സഹായിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും വെറുപ്പും ഉണ്ടാകും. അങ്ങനെ എല്ലാ കാലാവസ്ഥകളിലൂടെയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഈശോയെ, എല്ലാവരെയും സന്ധിക്കാൻ നീ മാത്രമേ ഉള്ളൂ. മാനുഷികമായി ഒന്നും കാണാതെ എല്ലാം കർത്താവിനെ മുൻനിർത്തി കാണുവാനും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കാനും, കുരിശായാലും മുക്കിലിടമായാലും ഈശോയുടെ നാമം സ്വീകരിക്കാനും, അത് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിച്ച പോലെ നിത്യതയിലും മഹിമ പ്രാപിക്കാൻ ഉപകരണമാക്കാൻ വേണ്ടിയാക്കണമേ. കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചോയെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജീവിത മാർഗമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവർ പലതരത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട്. കടക്കാരെ കൊണ്ട് മൊബൈലിൻ്റെ ശല്യം കാരണം മൊബൈലിൻ്റെ നമ്പർ മാറിയവരുണ്ട്.
അവർ വീട്ടിൽ വന്ന് ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. പലതരത്തിലാണ് ക്രിസ്മസുമായിട്ട് പലതരത്തിലുള്ള ബാധ്യതകളും എങ്ങനെ ചെയ്യും, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇറങ്ങിപ്പോണവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത ക്രിസ്മസ് കാരണം നാട് വിട്ടു പോണവരുണ്ട്. കാര്യം കടക്കാർ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ഇങ്ങനെ ഇത് വിചിത്രമായി ഇതിൽ നിന്ന് ആര് രക്ഷിക്കും, ദുർഭഗമായ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവേ റോമാലേഖനത്തിൽ 7:24 പറയണത് പരനേശ് മഹേശൻ മാത്രമെന്ന്. കർത്താവ് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും ഈ പ്രഭാതത്തിൽ ഈ മക്കളെ എല്ലാം അങ്ങേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യാത്ര ചെയ്യുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, പണം സമ്പാദിക്കുന്ന ബാങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, പണം വായ്പ വാങ്ങിക്കുന്ന ബന്ധുക്കളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, പരിചയക്കാരിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. കർത്താവ് എല്ലാവരും സ്വച്ഛ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിനെ വൈഫിനെ സ്വച്ഛ പ്രാർത്ഥിക്കുന്നു, മക്കളെ സ്വച്ഛ പ്രാർത്ഥിക്കുന്നു. 4 മക്കളും ക്രിസ്മസ് ആയിട്ട് 4 സ്ഥലത്തും 4 മാതാപിതാക്കന്മാർ മക്കളും 4 ഇടങ്ങളിലായിരിക്കുകയും കുടുംബത്തിൻ്റെ ആ ഒരു ഉറകണ്ണ ഉപ്പിൻ്റെ ഉറകട്ട പോയ പോലെ മോരിൻ്റെ പശു ചത്ത് മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞ പോലെ കുടുംബവും പോയി, 4 വഴിക്കായി. കുടുംബത്തിൻ്റെ ആ പഴയകാല അനുഭവങ്ങളും പോയതുപോലെ മനസ്സുകൊണ്ട് നിശബ്ദമായ ദുഃഖം അനുഭവിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഈശോയെ. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ഭവനരഹിതരുണ്ട് ഈശോയെ. കാലത്തൊഴുത്ത് പോലെ തന്നെയുള്ള അവസ്ഥകൾ ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വീട് ഉണ്ട്, പക്ഷേ അത് പഴയതാണ്, അതൊന്ന് പുതുക്കാൻ പറ്റണില്ല, അത് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല, അതിനുള്ള സ്കീമില്ല, അതിനുള്ള വരവില്ല, മാർഗമില്ല. അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ആ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ശരീരം മുഴുവൻ ഭയവും ഉറക്കമില്ലായ്മയും പ്രഷറും കയറുന്നവരുണ്ട് ഈശോയെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമാധാനം, അകത്തേക്ക് വരുമ്പോൾ അസമാധാനം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയതകൾ അനുഭവിക്കുന്ന മക്കളില്ല, ജോലിയില്ല, വരുമാനമില്ല, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു ദിവസം എങ്ങനെയാണ് തട്ടിമുട്ടേണ്ടതെന്ന് മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത ദിവസമുണ്ട് ഈശോയെ. കോടതിയിൽ കേസ്, കുടുംബ കോടതി കേസ്, മറ്റു പലതരം ആൾക്കാരുടെ ഭീഷണികൾ, അങ്ങനെയുള്ളവരുണ്ട് ഈശോയെ. പല കേസുകൾ കാരണം വാഹനത്തിൻ്റെ കേസ്, പോസ്കോ കേസ്, ഇതുപോലുള്ള ഓരോ കേസുകളും കാരണം ജയിലിലായിട്ടുള്ളവരുണ്ട് ഈശോയെ. അതിൻ്റെ പേരിൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിരാശകളും ഉണ്ട് ഈശോയെ. മറ്റുള്ളവർ മനുഷ്യരെ അവരെ പുച്ഛത്തോടെ കാണുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം മാനസാന്തപ്പെടാനും വിശുദ്ധീകരിക്കാനും വിടുതൽ പ്രാപിക്കുവാനും കർത്താവെ നിൻ്റെ നാമത്തിൽ അവർ പഴയ ജീവിതം നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ ദിവസം നീ ആശീർവദിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം, അടിപ്പഴ പോലെ വൈദാഖാവ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കുകയും നിങ്ങൾ രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം മാറുന്നവരായി മാറട്ടെ. നിത്യം പിതാപുത്രൻ പരിശുദ്ധാത്മാ സർവ്വസ്വരം നീക്കുവാമേ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന ദൈവം എത്ര വലിയവനാണെങ്കിലും എന്തുമാത്രം പവർഫുള്ളാണെങ്കിലും ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക വഴി പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്നൊക്കെ പറയാൻ കാരണം അതാണ്. ഇടുക്കിയിൽ എന്തുമാത്രം കറണ്ട് ഉൽപ്പാദിപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ വയറ് തന്നെ വേണം. അതാണ് പ്രാർത്ഥനയുടെ അവസ്ഥ. അതുകൊണ്ട് ദൈവത്തോട് ഉള്ളതുപോലെ പറഞ്ഞാണ് ശരിക്കും പറഞ്ഞ ഉള്ള പ്രാർത്ഥന. മനസ്സിലായേ? ദൈവത്തോട് ഉള്ളതുപോലെ പറയണതാണ് യഥാർത്ഥത്തിലുള്ള ഉള്ള പ്രാർത്ഥന. നമുക്കൊരു വചനം കേൾക്കാം. ഒരു മനുഷ്യൻ ഉള്ളതുപോലെ അങ്ങോട്ട് പറയും. യോഹന്നാന്റെ സുവിശേഷം 5:7. അവൻ പറഞ്ഞു കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഇത് ആര് പറഞ്ഞാണെന്ന് അറിയാമല്ല, നമ്മുടെ തറവാട് രോഗി പറഞ്ഞാണ്. പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് സുവിശേഷത്തിന്. പക്ഷെ പുള്ളിയുടെ പ്രാർത്ഥന ഈശോ പെട്ടെന്നാണ് കേൾക്കണത്. എന്താ കാര്യം? നീ കിടക്കയും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ടല്ല, അവൻ്റെ വിശ്വാസം മാത്രമല്ല, അവൻ്റെ അഹങ്കാരം ഇല്ലായ്മയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും പറയണത് നമുക്ക് ആരോ ഉണ്ടെന്നാണ് പറയണത്. ആരും ഉണ്ടാകത്തില്ലേ, എന്നാൽ എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്നേ പറയത്തുള്ളൂ. നമ്മൾ സാധാരണ ആൾക്കാർ ആരും ഉണ്ടാകത്തില്ല, ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ പറയും ഞാൻ കുടുംബക്കാരനാണ്, എനിക്ക് ആളുണ്ട്, ഞാൻ പാർട്ടിയിലുള്ളവരുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ തകർച്ചയുടെ സുവിശേഷ ലക്ഷ്യം എന്താണ്? നമുക്ക് ആരുമില്ല, നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ദൈവം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ദൈവം ശ്രദ്ധിക്കാനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിത് ഉള്ളതുപോലെ ദൈവത്തോട് തുറന്ന് പറയണം. അതാണ് വിഷയം. എന്താണ് വെള്ളമുള്ളത്? ഇയാൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ആരുമില്ലെന്ന് തന്നെ ഉള്ള കാര്യമുള്ളത് പറയുന്നുണ്ട്. രണ്ടാമത് എന്താ പറയണത്? നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ പലരും ഉള്ളത് തന്നെയാണ്. പണമുണ്ട്, സ്വാധീനമുണ്ട്, ആരോഗ്യമുണ്ട്, സ്ഥിര നിക്ഷേപമുണ്ട്, നമ്മുടെ മക്കളൊക്കെ ഇന്ന സ്ഥലത്ത് സ്വാധീനമുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വെച്ചാൽ ആർക്കും വരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവരാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യമേ കയറി ദൈവമേ ഉള്ളെന്ന് ആദ്യമേ മനസ്സിനെ പഠിപ്പിച്ചാൽ ഒക്കെ ആയിരിക്കും സംഭവം. ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം അങ്ങനെ കേട്ടെടുത്ത്, പിന്നെ മഞ്ജുഷ അല്ല അമലു എന്ന് പറഞ്ഞൊരു അവൾ 10 കൊല്ലം മക്കളില്ല. മക്കളില്ലാത്തപ്പോൾ അവളൊരു ദിവസം ആരോ പറഞ്ഞ് കേട്ടിട്ട് കൃപാസക്തി വന്ന് അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു. അപ്പം അമ്മയെ വന്ന് കണ്ടപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം അമ്മയോട് ഇങ്ങനെ പറയും, അമ്മേ ഇത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ സംഭവിച്ചതാണ്, ഇപ്പോഴാണ് ഒരു സാക്ഷ്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അമ്മേ ഇത് ഡിസംബർ മാസമാണ്, നല്ല ഹോളി മന്താ, വിശുദ്ധ മാസമാണ്. എന്താ കാര്യം? അമ്മയ്ക്ക് ഉണ്ണീശനെ കിട്ടിയ മാസമാണിത്, എനിക്ക് ഒരു ഉണ്ണീശനെ തന്നെ. പ്രയർ ഈസ് ഓവർ. അത്രയേ ഉള്ളൂ. ആ ആഴ്ചയിൽ അവൾ പ്രഗ്നൻ്റായി 10 കൊല്ലത്തിന് ശേഷം. ഇതാണ് സിമ്പിൾ പ്രയർ. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണതാണ് ഉള്ള പ്രാർത്ഥന. എൻ്റെ പേര് ലിസ. ഞാൻ ഇടുക്കി ചേലച്ചുവട് ചുരുളി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 19 അതിനു മുമ്പ് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുമുണ്ട്. എങ്കിലും ഉടമ്പടി എടുക്കുന്നതിന് പേടിയായിരുന്നു. ഒത്തിരി നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ദിവസവും 3 ജപമാല അർപ്പിക്കുമായിരുന്നു. അതൊരു വലിയ കാര്യമായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ റിട്ടയർ ആയതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ അടുത്ത്, അന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കുമൊക്കെ ആയിരുന്നു ജപമാല അർപ്പിച്ചിരുന്നത്. എന്നാൽ റിട്ടയർ ആയതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ മുമ്പിലിരുന്ന് ദിവസവും ധാരാളം ജപമാലകൾ അർപ്പിക്കുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്കുകൾ 30 മിനിറ്റുകളൊക്കെ ഉള്ളത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് നിയോഗങ്ങൾ എഴുതുന്നതെന്ന് പെട്ടെന്നൊരു വ്യക്തതയില്ലായിരുന്നു. എൻ്റെ മോന് FMGE പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. അവന് ചൈനയിലാണ് MBBS പഠിച്ചത്. അപ്പം ഞാൻ ആദ്യത്തെ നിയോഗം അതാണ് വെച്ചത്. എല്ലാം ഭൗതികമായ നിയോഗങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അവന് 3 പ്രാവശ്യം എക്സാം എഴുതി. ഇൻറ്റേൺഷിപ്പ് നടക്കുമ്പോൾ തുടങ്ങി അവർക്ക് എക്സാം എഴുതാം. ആദ്യത്തെ എക്സാമിന് അവന് 7 മാർക്കിന് ഫെയിലായി. രണ്ടാമത്തെ എക്സാം പഠിത്തവും ഇൻറ്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എഴുതിയത്. ആ ജൂലൈ മാസത്തെ പരീക്ഷയ്ക്ക് 5 മാർക്കിന് തോറ്റു. ഈ 2 പരീക്ഷയും അവന് വളരെ എളുപ്പമായിരുന്നു, ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു. വളരെ സങ്കടമായി. അന്ന് തുടങ്ങി എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടി. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ജനുവരി 10 ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. 12 ആയിരുന്നു മോൻ്റെ എക്സാം. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ നിത്യാരാധന ചാപ്പലിൽ മാതാവിൻ്റെ അടുത്ത് വെച്ച് ഹാൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് അവിടെ അച്ഛൻ ഇരിക്കുന്ന കൗണ്ടറിൽ കൊണ്ടുപോയി ഈ ഹാൾ ടിക്കറ്റ് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ കൊച്ചു എക്സാം എഴുതാൻ പോയി. എക്സാം മോർണിംഗ് സെഷൻ വളരെ ടഫായിരുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് ഉടമ്പടി കാശ് രൂപവും അതുപോലെ തന്നെ തേൻ കുടിപ്പിച്ചു കൊച്ചിനെ. തേൻ ഞാൻ 5 തുള്ളിയാണ് കൊടുത്തത്. എനിക്കറിയില്ല, എനിക്ക് മനസ്സിൽ തോന്നി ഈശോയുടെ 5 തിരുമുറുകൾ ഓർത്ത് 5 തുള്ളി തേൻ ഞാൻ കൊച്ചിന് കൊടുത്തു. അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ വരച്ചു. അവൻ എക്സാമിന് കയറിയപ്പോൾ ആ തൈലം തൊട്ട് മൗസാലൊക്കെ വരച്ചു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു. ആ ഫസ്റ്റ് സെഷൻ വന്നപ്പോൾ പറഞ്ഞു അപ്പടി പാടായിരുന്നു. സെക്കൻഡ് സെഷനും അവന് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉടമ്പടി തൈലം പപ്പ അവന് നെറ്റിയിൽ പുരട്ടി കൊടുത്തു, പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതി. ഭയങ്കര ടഫായിരുന്നു. അവന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു അപ്പടി വിഷമമായിരുന്നു, ഒരു പ്രതീക്ഷയുമില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് കൊച്ചിനെ സഹായിക്കും. മനസ്സിൽ പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചു പരീക്ഷയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ
മാതാവ് ആദ്യം എനിക്ക് 180 മാർക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് അത്രയും മാർക്കൊന്നും എൻ്റെ കൊച്ചിന് കൊടുക്കണ്ട, ജസ്റ്റ് പാസ് മതി. ഇല്ല എങ്കിൽ എൻ്റെ കൊച്ചിന് അവൻ പഠിച്ച 6 വർഷവും അവൻ്റെ ഹാർഡ്ഷിപ്സും എല്ലാം ബുദ്ധിമുട്ടിലാവും, അമ്മയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയവുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അവന് 167 മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിച്ചു. എക്സാമിൻ്റെ കഴിഞ്ഞ് വരുമ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ പറയുമ്പം അവനോട് പപ്പ പറഞ്ഞു, നീ ഇനി ഒന്നും ഓർക്കണ്ട, പെട്ടെന്ന് തന്നെ പോയി ഉടമ്പടി എടുത്ത് മാതാവിനെ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 15-ാം തീയതി കൊച്ചു വന്ന് ഞാനും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ച് കൊച്ച് പറയും. എൻ്റെ പേര് സാവിയോ, ഞാൻ ചൈനയിൽ MBBS പഠിച്ച ആളാണ്. ഇപ്പോൾ മമ്മി പറഞ്ഞ പോലെ ഞാൻ 3ാമത്തെ വട്ടം പരീക്ഷ ചെയ്തിട്ടാണ് പാസ്സാവുന്നത്. ആദ്യത്തെ 2 തവണയും പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, എങ്ങനെയാണ് തോറ്റുപോയി. 3ാമത്തെ വട്ടം എഴുതുമ്പോൾ നമ്മൾ സ്പെഷ്യാലിറ്റി എക്സാമിന് ഒക്കെ MDക്കൊക്കെ എഴുതുന്നൊരു എക്സാമിൻ്റെ ഒരു ടഫ്നെസ് ആയിരുന്നു. പക്ഷേ മമ്മിയുടെ പ്രാർത്ഥനയും ഞാൻ ഡിസംബർ 10-ാം തീയതി ഞാനൊരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരായിരുന്നു കോച്ചിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിസംബർ 10-ാം തീയതി ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മമ്മി എല്ലാ ദിവസവും വന്ന് വെള്ളത്തിൽ ഉപ്പും കൃപാസന മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ തരുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ 4 മാസം പഠിച്ചതിനേക്കാട്ടിൽ ഒത്തിരി കൂടുതൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ പരീക്ഷ പാസ്സായി. മാതാവിന് ഒത്തിരി നന്ദി. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഈ കാശ് രൂപ ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ മമ്മി എന്നെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാൻറ്റിൻ്റെ ഒരു സൈഡിൽ അകത്ത് ഇങ്ങനെ കാശ് രൂപം തുന്നിക്കെട്ടി ഇങ്ങനെ വെച്ച് തന്നു വിട്ടു. അപ്പോൾ എനിക്കറിയത്തില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ വന്നപ്പോൾ ഞാൻ എത്രയും തീർന്ന മാതാവി കാശ് രൂപത്തിലൊക്കെ തൊട്ട് ആൻസർ ചെയ്യാൻ നോക്കി. ഇങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തായാലും പാസ്സായി. മാതാവിന് ഒത്തിരി നന്ദി. മാതാവ് അടിപൊളിയാ, എല്ലാവരും മുറുകെ പിടിച്ചോ. അതുപോലെ തന്നെ കൊച്ചു പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കൊച്ചിൻ്റെ മൗസിൻ്റെ മുകളിൽ മാതാവ് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഈശോയുടെ ഒരു തുള്ളി തിരുരക്തവും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ്. അദ്ദേഹം വർഷങ്ങളായിട്ട് 20 വർഷത്തോളമായിട്ട് പുകവലിക്കുമായിരുന്നു. പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്മോക്കിങ്ങിനേക്കാളും ഭയങ്കരമായിരുന്നു. ഒരു ദിവസം 3 പാക്കറ്റ് സിഗരറ്റ്സൊക്കെ വലിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പറയായിരുന്നു, ഇത് കുഞ്ഞു കൊച്ചുങ്ങൾ ചോക്ലേറ്റ് തിന്നുന്ന പോലെയാണല്ലോ സിഗരറ്റ് വലിക്കുന്നത്, ഇതെന്താ ഇങ്ങനെയൊന്ന് നിർത്താൻ പാടില്ലെന്ന് ചോദിച്ചാലൊന്നും അംഗീകരിക്കില്ലായിരുന്നു. ഭയങ്കരമായിട്ട് വാശിക്ക് സിഗരറ്റ് വലിക്കുന്നത് പോലെയായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഡിസംബറിൽ അദ്ദേഹം മേഘാലയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവധിക്ക് വന്നതിന് ശേഷം ഞാൻ രാവിലെ 5:30 പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നതൊന്നും എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്ലോലി പപ്പയ്യ എൻ്റെ കൂടെ വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്ത മാത്രം ചെല്ലാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ജനുവരി 8-ാം തീയതി പറയുകയാണ്, ഇന്ന് തുടങ്ങി ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല. അതിനുശേഷം എൻ്റെ ഇവിടെ പുതുക്കാനായിട്ട് വന്നു 10-ാം തീയതി. അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നി. അപ്പോൾ വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നുന്നില്ല. അവിടെ ധാരാളം ആൾക്കാർ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, പക്ഷേ വെളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് കാണിച്ചു തന്നതാണ്, ഇനി ഒരിക്കലും ഈ പുകവലിക്ക് നിങ്ങൾ അഡിക്റ്റ് ആവില്ല എന്ന് മാതാവ് കാണിച്ചു തന്നാന്ന് പറഞ്ഞു. അത് വലിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയത്. എല്ലാവർക്കും അറിയാം, 3 പാക്കറ്റ്സ് സിഗരറ്റ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഓരോ ദിവസവും കത്തിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് 26 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം മരുന്ന് വാങ്ങിക്കും. അതിനുശേഷം എനിക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഇത് കൾച്ചർ ചെയ്യണം, കാരണം എനിക്ക് പല ആൻറ്റിബയോട്ടിക്സും എനിക്ക് റെസിസ്റ്റൻ്റായി. അവസാനം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിത് ആൻറ്റിബയോട്ടിക് പോലെ ഞാൻ രാവിലെയും വൈകിട്ടും കഴിക്കുകയാണ്, അമ്മ എന്നെ സുഖപ്പെടുത്തണം. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു വാഷ്റൂമിലൊക്കെ ഇരുന്നിരുന്നത്. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിക്കുന്നത്,
ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷം എൻ്റെ യൂറിൻ ക്ലിയറായി. എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശകലം പോലും വേദന അനുഭവപ്പെടുന്നില്ല. അമ്മ മാതാവ് തന്ന വലിയ കാരുണ്യത്തിന് 1000 നന്ദി. അതുപോലെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അത് ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് എൻ്റെ ഇളയ മകൻ പഠിക്കുന്നിടത്തേക്ക് പോകേണ്ടി വന്ന അവന് അസുഖമായത് മൂലം. അപ്പോൾ എനിക്ക് അപ്പോഴും സങ്കടമായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ പ്രേക്ഷിത പ്രവർത്തനം ഒന്നും പറ്റില്ല. എല്ലാ ദിവസവും ഞാൻ ധാരാളം ജപമാലകൾ ചൊല്ലി, അതുപോലെ സാക്ഷ്യങ്ങൾ ധാരാളം കേട്ടു. ഒരെണ്ണം പോലും വിടാതെ എല്ലാ സാക്ഷ്യങ്ങളും കേട്ടു. ധാരാളം ആൾക്കാർക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല സുഗന്ധം അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റാണ്, കിച്ചണ്, ഡൈനിങ്, അതെല്ലാം കൂടെ ഒറ്റൊരു വലിയ മുറിയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് നോക്കി ഇത് എവിടുന്നാണ് മണം വരുന്നതെന്ന്. പക്ഷേ എല്ലാ ജനലുകളും കതകുകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമാണെന്ന്. അന്ന് തുടങ്ങി എനിക്ക് 37-38 വയസ്സ് തുടങ്ങി ഞാൻ മുട്ടിന്മേൽ നിന്നിട്ടില്ല, മുട്ടിന് വേദന കാരണം. അന്ന് തുടങ്ങി എനിക്ക് കുടുംബ പ്രാർത്ഥന മുഴുവനും മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ എൻ്റെ കൊച്ചിന് അസുഖമായിട്ടായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ പോയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ ദിവസവും വയറുവേദനയായിരുന്നു. വയറിൽ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ചങ്കില പുരട്ടി പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ കൊച്ചിന് യാതൊരു വയറുവേദനയും ഇല്ല. അവൻ നല്ല സുഖമായിട്ട് അവൻ്റെ പഠനവും അതുപോലെ പാർട്ട് ടൈം ജോലിയുമായിട്ട് പോകുന്നു. അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ധാരാളം ഉയർച്ച എനിക്കുണ്ടായി. അച്ഛൻ എന്നാലും ഞാനിപ്പോഴും വിചാരിക്കുന്ന, അച്ഛൻ പറയാറുണ്ട് 4ാം ക്ലാസ്സാണെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. എനിക്ക് ഒത്തിരി ജപമാലകൾ ചെല്ലാനും സാക്ഷ്യം കേൾക്കാനും മറ്റുള്ളവരെ കേൾക്കാനുമായിട്ടുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ, പത്രം വിതരണം ചെയ്യാനായിട്ട് എൻ്റെ ഭർത്താവാണ് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കൊച്ചിൻ്റെ ഉടമ്പടി പത്രം, കൃപാസന പത്രം ഉണ്ടായിരുന്നു, എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തെ പത്രം ഉണ്ടായിരുന്നു. എല്ലായിടത്തും പോയി ഞങ്ങൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാവർക്കും പത്രം കൊടുത്തു. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആ 90 ദിവസവും നോയമ്പെടുത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഓസ്ട്രേലിയയിലാകുമ്പോൾ ഒത്തിരി നോൺ വെജ് കഴിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60:19 തിരുവചനം അരുളി ചെയ്യുന്നു, പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. ലിസ സോണിയും കുടുംബവും തങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവിക കൃപകൾ വർഷിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മകൻ്റെ FMG എക്സാം, ഇവിടെ ഓരോ ദിവസവും ഈ എക്സാമിന് അറ്റൻഡ് ആകുന്ന മക്കളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഒരു MBBS കഴിഞ്ഞ മകന് രജിസ്ട്രേഷൻ ഇന്ത്യൻ ലൈസൻസ് എക്സാം, അതാണ് FMG. അത് കിട്ടിയില്ലെങ്കിൽ ആ 6 വർഷത്തെ പഠിത്തം, അത് ഇവിടെ ഈ മകൾ തന്നെ പറഞ്ഞു, അതെല്ലാം പിന്നെ വെറുതെയാണ്. അപ്പോൾ തനിക്ക് 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും തനിക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് എങ്ങനെ തനിക്കത് സാധ്യമായി എന്ന് സാവിയോ എന്ന ഡോക്ടർ തന്നെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ വാക്ക്, ഈ മാതാവ് അടിപൊളിയാണ്, മുറുകെ പിടിച്ചോ. അതായത് ഒരിക്കലും ഒരിടത്തും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ കൃപാസന അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അമ്മ വെറുതെ ഇരിക്കുന്നില്ല. അമ്മ സ്വർഗത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് വെറുതെ ഇരിക്കാനല്ല, ഓടി നടക്കാനാണ്. ആ ഒരു തീഷ്ണത അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുക്കുന്ന മക്കളുടെ ജീവിതത്തിലും അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട്. തൻ്റെ മകന് വേണ്ടി ഓടി നടക്കുക, തൻ്റെ മകൻ്റെ കാര്യം എല്ലാവരോടും പങ്കുവയ്ക്കുക. ആ തിരുക്കുമാരൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ അവിടെ അമ്മ പിന്നീട് ഏത് ഫയലും അമ്മ ഓപ്പണാക്കും.
അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ അമ്മ തുറക്കും. അങ്ങനെ തൻ്റെ 3ാമത്തെ അറ്റംപ്റ്റിൽ തനിക്ക് എങ്ങനെ എക്സാം പാസ്സാകുവാൻ കഴിഞ്ഞു. അതത്ര ഈസി ഒന്നും ആയിരുന്നില്ല, വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് 3ാമത്തതും ഡോക്ടർ സാവിയോയ്ക്ക് അനുഭവപ്പെടുക. എന്നാൽ അവിടെ പരിശുദ്ധ അമ്മയാണ് ആ എക്സാം എഴുതുന്നത്, അമ്മയാണ് ആ പേപ്പർ കറക്ഷനൊക്കെ നടത്തുന്നത്. അത് വാല്യുവേഷൻ അമ്മയുടേതാണ്. അത് അമ്മ ഈ മകന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എത്രമാത്രം ഉയരങ്ങളിലേക്ക് പഠിച്ചാലും കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന സാക്ഷ്യം. പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എത്ര വർഷമായിട്ട് എത്ര പാക്കറ്റ് സിഗരറ്റ്, ഇതെല്ലാം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ആ മകൻ വേണ്ട എന്ന് വയ്ക്കുന്നു. പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാകുന്നു, ഈശോയുടെ മകനായിട്ട് മാറുന്നു. നമ്മൾ ആരും ക്രിസ്ത്യാനികളല്ലാഞ്ഞിട്ടല്ല, വർഷങ്ങളായിട്ട് നാം കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരം ഇതൊക്കെ നമുക്കുള്ളവരാണ്. എന്തോരം ധ്യാനങ്ങളിലൊക്കെ ചിലപ്പോൾ നാം പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഉടമ്പടി വ്യത്യസ്തമാകുന്നത്? അത് അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കർത്താവിൻ്റെ അമ്മ ഭൂമിയോളം താഴ്ന്ന് തൻ്റെ തിരുക്കുമാരൻ ദൈവത്തിൻ്റെ പുത്രനായി ജനിച്ച്, എന്നാൽ ഒന്നുമില്ലാത്തവനായി ശൂന്യനായി കുരിശിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ, കുരിശ് മരിച്ച് ഉയിർത്തെഴുന്നേറ്റ ഈശോയുടെ ജീവിതം, ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ കൃപകൾ വർഷിക്കപ്പെടും. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ ജീവിത അനുഭവങ്ങളിലൂന്നിയ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ കടലോര യജ്ഞ പ്രാർത്ഥനകൾ, ഇതെല്ലാം നമുക്കിവിടെ ഒരു ആസ്തിയായിട്ടുണ്ട്. ഈ ഒരു ആസ്തിയിൽ നിന്നാണ്, ഈ ഒരു മൂലധനമാണ് നമുക്കുള്ളത് ഇവിടെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് മറ്റെങ്ങും നടക്കാത്ത കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നടന്നു കിട്ടുന്നത്. ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മുടെ എളിയ പ്രാർത്ഥനകളെ സമർപ്പിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും കൃപാസനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ധ്യാന പ്രസംഗങ്ങളോടും ഇവിടെ നടന്നിട്ടുള്ള ആരാധനാ സ്തുതി സ്തോത്രങ്ങളോടും ജപമാലകളോടും ചേർത്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഈ അക്കൗണ്ടിൻ്റെ ഒരു പങ്കുകാരാകുവാനായിട്ട് നമുക്ക് കൃപ ലഭിക്കുന്നു. അങ്ങനെ നാമും പിന്നീട് ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം. നാം ഇവിടുന്ന് എടുത്താൽ മാത്രം പോരാ, നാം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം. അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഈ കുടുംബം വന്ന് തങ്ങളെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ 36 വർഷമായ തൻ്റെ രോഗ സൗഖ്യം, അതുപോലെ 22 വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ, ഇതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ കുടുംബം ഇന്ന് എങ്ങനെയാണ് തിരുക്കുമാരന് സാക്ഷികളായി മാറുന്നത്? നമുക്ക് നമ്മുടെ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈശോയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ, യേശുനാമത്തിൽ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ നിയോഗം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.